ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. നമ്മുടെ കേരള പാഠാവലിയിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ എല്ലാ പാഠത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് 2ാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്നുള്ള നമ്മുടെ 2ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആവുന്ന ചാനലാണ്. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 2ാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്നുള്ള 2ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ വായുവില്ലാത്ത ലോകം എന്നുള്ള കവിത നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ 2ാമത്തെ യൂണിറ്റിന്റെ കടങ്കഥയുടെ നീർനാഗത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വായുവില്ലാത്ത ലോകമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇതാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ്. എന്താണ് പാഠത്തിന്റെ പേരെന്താ? ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം. അപ്പൊ എന്താണ് ആദ്യം തന്നെ ചിത്രത്തിൽ കാണുന്നത്, എന്താന്ന് പറയൂ. എന്താ കാണുന്നത്? അതായത് രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് അല്ലേ. ഒരാളുടെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്, അത് പൊക്കി പിടിച്ച് നായയെ നോക്കി നിൽക്കുകയാണ്. എവിടെയാണ് നിൽക്കുന്നത്? രണ്ടാളും അതായത് നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. അപ്പൊ പുഴയുടെ അക്കരെ നിന്നിട്ട് ഇക്കരെ നിന്ന് അക്കരെയുള്ള നായയെ നോക്കി നിൽക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു കൊച്ചു കഥയാണ്. നമുക്ക് ആദ്യം എന്താന്ന് വായിച്ചു നോക്കാം. ഈ ഒരു കൊച്ചു കഥ വായിക്കൂ. മഴക്കാലം, പുഴ നിറഞ്ഞൊഴുകുന്നു. പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ്. കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊരു കൊടക്കാലാണ് അല്ലേ. കാര്യം അന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ദാ അക്കരയ്ക്ക് നോക്ക്, അവിടെ ഒരു നായ ഉറക്കെ കുരയ്ക്കുന്നത് കണ്ടില്ലേ? കഷ്ടകാലത്തിന് പുഴ ഇപ്പൊ വറ്റിപ്പോവുകയും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടും എന്ന് ഉറപ്പാ. ഒരു മുൻകരുതലാവാന്ന് തോന്നി. തോമസിന് ചിരി അടക്കാനായില്ല. ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്? ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്ക് അറിയാമോ? പറയാൻ ശ്രമിക്കൂ. അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ എന്താ കഥ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് കരുതുന്നു. അപ്പൊ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. അതായത് മഴക്കാലമാണ്, പുഴ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അപ്പൊ അതെങ്ങാനും പെട്ടെന്ന് വറ്റുവോ? അതായത് നിന്ന നിൽപ്പിന് ആ പുഴ വറ്റുവോ? ഇല്ല. അപ്പൊ എങ്ങാനും ആ പുഴ വറ്റിയിട്ട് അപ്പുറത്തെ അക്കരെയുള്ള ആ നായ ചങ്ങല പൊട്ടിച്ചു വന്നാ കടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, കയ്യിലുള്ള കൊടയൊക്കെ പൊട്ടിച്ചിട്ട് അത് ഓങ്ങി പിടിച്ച് നിൽക്കുന്നത് അല്ലേ. അപ്പൊ അത് നടക്കാൻ സാധ്യതയുണ്ടോ? അത് പെട്ടെന്ന് നടക്കുമോ? അത് ഇല്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിനാണ് ശങ്കുണ്ണിയേട്ടൻ പേടിച്ചവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം എന്താണ്? ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കഥ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനാണ്, കൂട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് പറയുന്നത്, ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കഥ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്? അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവും ഇല്ലാത്ത ഒരു ഭയം ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണം എന്നാണ് കേട്ടോ. ഇത് ദീർഘുടനെ കാ കഴിഞ്ഞിട്ട് ദീർഘുണ്ട് കേട്ടോ. ഒരു കാരണം ഉണ്ടാകണമെന്നില്ല. അവിടെ കാ കഴിഞ്ഞിട്ട് ദീർഘുണ്ട്. ഇതിവിടെ കാന്നാണ് കേട്ടോ. കാന്നാക്കുക. കാരണം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ശങ്കുണ്ണിയേട്ടൻ. നിറഞ്ഞൊഴുകുന്ന പുഴയ്ക്ക് ഇക്കരെ നിന്ന് അക്കരെ നിൽക്കുന്ന നായയെ നോക്കി ശങ്കുണ്ണിയേട്ടൻ ഭയപ്പെടുന്നു. പെട്ടെന്ന് പുഴ വറ്റുകയും നായ ചങ്ങല പൊട്ടിച്ചു വന്നാൽ കടി കിട്ടുമെന്നോർത്താണ് ശങ്കുണ്ണിയേട്ടൻ പേടിക്കുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ചിലരൊക്കെ ഭയപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ഈ കഥയിലെ ശങ്കുണ്ണിയേട്ടൻ. അനാവശ്യ ഭയം ആപത്ത് എന്ന സന്ദേശമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ. ഒരാവശ്യമില്ലാതെ നമ്മൾ ഭയപ്പെടുന്നത് എന്താണ്? നമ്മുടെ സമയനഷ്ടമാണ്. നമുക്ക് സമയം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ എന്താണ്, അതൊരു ആപത്തും കൂടിയാണ് അല്ലേ. അത് വെറുതെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഭയപ്പെടുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു കഥയോടുകൂടെ നമുക്ക് നമ്മുടെ 2ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ, 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു നല്ലൊരു തുള്ളൽ പാട്ടാണ് കേട്ടോ. അപ്പൊ തുള്ളൽ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആരെയാണ് നമുക്ക് ഓർമ്മ വരിക? കുഞ്ചൻ നമ്പ്യാർ അല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ പാട്ടാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തുള്ളൽ പാട്ട് പാടി നോക്കാം. അപ്പൊ ഇതൊരു തുള്ളൽ പാട്ടാണ് കേട്ടോ. എന്താ നമുക്ക് പാഠത്തിന്റെ പേരെന്താ? വായുവില്ലാത്ത ലോകം അല്ലേ. എന്താണ് പാഠത്തിന്റെ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വായു, അതായത് എല്ലായിടത്തും വായു ഉണ്ട്. വായു ഇല്ലാതായാൽ നമ്മുടെ ലോകത്തിന് എന്ത് സംഭവിക്കും എന്നതാണ് ഈ തുള്ളൽ പാട്ടിന്റെ
ഒരു തീം എന്ന് പറയുന്നത്. അതായത് തുള്ളൽ പാട്ടിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതാണ്, ഉള്ളടക്കം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഫസ്റ്റ് എന്താന്ന് കവിത ഒന്ന് നമ്മുടെ തുള്ളൽ പാട്ടൊന്ന് വായിച്ചു നോക്കാം. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നുരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തണ്ടെടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൽ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിനു മുമ്പേ വായു ശമിക്കയാൽ. ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് പേജിലുണ്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ ആശയം എന്താന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പൊ മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ. എന്താണ് മാരുതൻ? മാരുതൻ പറഞ്ഞ എന്താ? മാരുതൻ എന്ന് വെച്ചാല് വായു, കാറ്റ് അല്ലെ. അപ്പൊ മാരുത സഞ്ചാരം എല്ലാം അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരം. ദശാന്തരം എന്ന് വെച്ചാൽ ആരാണ്? ദാരുണം വെച്ചാൽ വളരെ സങ്കടപൂർവം അല്ലെങ്കിൽ നമ്മൾ എന്താണ് വളരെ കഷ്ടമായി പോയി. ദശാന്തരം എന്ന് വെച്ചാൽ ആരാണ്? മനുഷ്യരല്ലേ. അപ്പൊ വായു സഞ്ചാരം ഇല്ലാതായതോടുകൂടെ എന്ത് സംഭവിച്ചു? മനുഷ്യരെല്ലാം എങ്ങനെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾക്കിളക്കമില്ലാതെയായി. എന്ത് സംഭവിക്കുകയാണ്? കൊത്തിച്ചമച്ച മരം കൊണ്ടുണ്ടാക്കിയ പാവ, മരം കൊണ്ടുണ്ടാക്കിയ പാവകൾക്ക് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മർത്യജനങ്ങൾ, അതായത് മനുഷ്യർക്ക് ആർക്കും തന്നെ എന്തില്ലാതായി? ഇളക്കമില്ലാതെയായി പോയി. അപ്പൊ പെട്ടെന്ന് ഒരു സമയത്ത് എന്ത് സംഭവിച്ചു എന്നാ പറയണത്? നമുക്കറിയാം, നമുക്ക് ചുറ്റും എല്ലായിടത്തും എന്തുണ്ട്? വായു ഉണ്ട്. നമുക്ക് ഭക്ഷണം ഇല്ലാതായാൽ എങ്ങനെ ജീവിക്കാം? വെള്ളം ഇല്ലാതായാൽ ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അറിയണ ഒരു കാര്യമാണ് അല്ലെ. പക്ഷെ അതേപോലെ അതേക്കാൾ പ്രധാനമാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് വെള്ളം അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കുറച്ച് നേരത്തേക്കെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെങ്കിൽ കുറച്ച് ദിവസത്തെങ്കിലും നമുക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജീവനോടെ. പക്ഷേ വായു ഇല്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും അല്ലെ, ഒരു സെക്കൻഡ്, അര സെക്കൻഡ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ സാധിക്കില്ല വായു ഇല്ലാതെ. അപ്പൊ ആ വായു ഇല്ലാതായാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു നേരം വായു എന്ത് ചെയ്യാണ്? ഇല്ലാണ്ടാവുകയാണ്, അല്ലെങ്കിൽ നിന്നുപോയി. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലോകത്തിന് സംഭവിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ മനുഷ്യരൊക്കെ എന്ത് ചെയ്തു? കൊത്തിവെച്ച മരപ്പാവകൾ പോലെ അനങ്ങാതെയായി. അപ്പൊ അതെങ്ങനെയാണെന്നാണ് പറയണത് കേട്ടോ. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നുരുളയും കൈകൊണ്ടു. അതായത് ഭക്ഷണം അങ്ങനെ ഉരുള കുഴച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് കയ്യിൽ ഉരുളിയും വെച്ച് വായും തുറന്ന് അങ്ങനെ അനങ്ങാണ്ടായി. കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലെ ഇരുന്നിരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളോ അങ്ങനെ ആ പാവയെ പോലെ എന്ത് ചെയ്യുന്ന? കണ്ണും തുറന്ന് അത് കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിരുന്നു. മുണ്ടുടുക്കുന്ന ആളോ രണ്ട് കരം കൊണ്ട് ഞൊറി പിടിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലെ. അപ്പൊ മുണ്ട് പിടിച്ച് മുണ്ട് കുത്താൻ വേണ്ടി അങ്ങനെ പിടിച്ച് ഞൊറിയും പിടിച്ച് മുണ്ടുടുക്കുന്നവൻ അനങ്ങാതെയായി. തണ്ടെടുത്തും കൊണ്ട് മണ്ടുന്നവനോ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൽ തടി പോലെ. അപ്പൊ എന്താണ്? വടിയെടുത്ത് ഓടുന്നവനോ കുണ്ടിൽ മറിഞ്ഞിട്ട് അങ്ങനെ ആ തടി പോലെ അവിടെ തന്നെ കിടന്നു. മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കുകയില്ല. അതുപോലെ വെള്ളത്തിൽ നീന്താനൊക്കെ ഇറങ്ങിയ ആൾക്കാരോ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിൽ. കുറച്ച് ചിലർ എന്ത് ചെയ്തു? അതായത് വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുന്നതിന് മുമ്പ് വായു നിലച്ചത് കാരണം ചിലർ വെള്ളത്തിനടിയിൽ തന്നെ അങ്ങനെ മുങ്ങിക്കിടക്കുന്നു. ചിലരോ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു അല്ലെ, വായു ഇല്ലാത്തത് കാരണമാണ്. മാരുതൻ വെച്ചൊരു കാറ്റ് അർത്ഥമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാരുതൻ കാറ്റ്, ദാരുണം പറഞ്ഞ സങ്കടം ഉണ്ടാക്കുന്നത്, ചമച്ച എന്ന് വെച്ചാൽ ഉണ്ടാക്കിയ, മർത്യൻ മനുഷ്യൻ, കരം പറഞ്ഞ കയ്യ്, ഞൊറി പറഞ്ഞ വസ്ത്രത്തിൽ ഭംഗിക്കായി ഉണ്ടാക്കുന്ന മടക്കുകളാണ്. മണ്ടുക എന്ന് വെച്ചാൽ ഓടുക, ശമിക്കുക വെച്ചാൽ അടങ്ങുക കേട്ടോ. അടുത്ത പേജ്. എണ്ണ തേക്കുന്നവർ അപ്പാടിരിക്കുന്നു, കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു, കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു, പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടു വായും പിളർന്ന് അങ്ങനെ നിൽക്കുന്നു, മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളം ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു, പറ്റുവിളിക്കും കുഴൽക്കാലം നേരം തെറ്റുന്നു കാലും കവച്ചു നിന്നിടുന്നു, എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. അപ്പൊ എങ്ങനെ പറയണത്? കുളിക്കാനായിട്ട് എണ്ണ തേക്കുന്നവരില്ലേ, എണ്ണ തേക്കുന്നവർ അപ്പാടി ഇരിക്കുന്നു എന്ന് വെച്ചാൽ എണ്ണ തേക്കുന്നവർ അങ്ങനെ അനങ്ങാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു എണ്ണയും തേച്ചിട്ട്. കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുന്നവരോ അനങ്ങാതെ അങ്ങനെ ഇരിക്കുന്നു കണ്ണും തുറന്നിട്ട്.
കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു. മുഞ്ഞി വെച്ച് എന്താ? മുഖം. അതായത് കഞ്ഞി കുടിക്കാൻ വേണ്ടി പാത്രത്തിലോട്ട് നമ്മള് തല താഴ്ത്തിയിട്ട് ഇരിക്കുന്ന ആള് അതേപോലെ തന്നെ ഇരിക്കാൻ തുടങ്ങി. പാട്ട് പാടുന്നവരെങ്ങനെയാ? ഒരു കൈ ചെവിക്കലും വെച്ച് വായും തുറന്ന് അങ്ങനെ ഇരിക്കുകയാണ്. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ എങ്ങനെയാ ഇരിക്കുന്നത്? കഴുത്തിൽ മദ്ദളം ഇട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ കുഴൽക്കാരെങ്ങനെയാണ്? കാലും കവച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രം എഴുതിയ പോലെ കാണായി വന്നു. ഒരു ചിത്രത്തിൽ വരച്ച് ഒരു മനോഹരമായ ചിത്രം പോലെ എല്ലാവരും അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് എന്നാണ് ഇവിടെ പറയണത്. അപ്പൊ ഇതെന്താണ്? ധ്രുവചരിതം, കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിലെ നമ്മൾ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് വായുസഞ്ചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർത്ഥമാണ്. മുഞ്ഞി പറഞ്ഞ മുഖം, വിദ്വാൻ പറഞ്ഞ അറിവുള്ളവൻ, തെറ്റെന്ന് പറഞ്ഞ പെട്ടെന്ന് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? കവിതയുടെ ആശയം നോക്കാം. ഓക്കെ, കവിതയുടെ ആശയം എന്താന്ന് നോക്കാം. വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽപ്പാട്ടിലൂടെ വായുവില്ലാതായാലുള്ള നമ്മുടെ ലോകം എങ്ങനെ ഉണ്ടാകുമെന്ന് വളരെ രസകരമായി വർണ്ണിക്കുകയാണ് കവി കുഞ്ചൻ നമ്പ്യാർ. ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഘടകങ്ങളാണ് ഭക്ഷണവും വെള്ളവും. ഇവിടെ നമ്മുടെ ചന്ദ്രക്കല ഉണ്ട് കേട്ടോ. എന്നാണ്. എന്ന് നമുക്കറിയാം. എന്നാൽ അതേപോലെ വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ് വായുവെന്ന് ഈ പാട്ട് വായിക്കുന്നതിലൂടെ വായനക്കാർക്ക് മനസ്സിലാകാൻ സഹായിക്കുന്നു. വായു ഇല്ലാതാകുന്നതോടുകൂടി ഈ ലോകം നിശ്ചലമാകും. പെട്ടെന്ന് വായു ഇല്ലാതായാൽ മനുഷ്യരെല്ലാവരും കൊത്തിപ്പണി കഴിപ്പിച്ച പാവകൾ പോലെ അനങ്ങാതെയാകുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളിയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നുണ്ടാകും. അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെ പോലെ നിൽക്കുന്നുണ്ടാകും. മുണ്ട് ഉടുത്തുകൊണ്ടിരിക്കുന്നയാൾ രണ്ട് കൈകൾ കൊണ്ട് മുണ്ടും ഞൊറിഞ്ഞതും പിടിച്ച് നിൽക്കുന്നുണ്ടാകും. വടിയെടുത്ത് ഓടിപ്പോയയാൾ കുഴിയിൽ വീണ് മരത്തടി പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും പൊങ്ങിക്കിടക്കുന്നവർ പൊങ്ങിയും കിടക്കുന്നുണ്ടായിരിക്കും. എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കും. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയവർ മുഖവും താഴ്ത്തി അങ്ങനെ ഇരിക്കുന്നു. പാട്ട് പാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വായും തുറന്ന് അങ്ങനെ ഇരിക്കുന്നു. മദ്ദളം കൊട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലും ഇട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കുന്നു. കുഴൽക്കാർ കുഴലും വിളിച്ച് കാലും കവച്ചു വെച്ച് നിശ്ചലമായി അങ്ങനെ നിൽക്കുന്നു. ഇവിടെ കുഴലും വിളിച്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കുന്നു എന്നല്ല കേട്ടോ. കുഴല് അങ്ങനെ വായിൽ വെച്ച് അനങ്ങാതെ നിൽക്കുക. എല്ലാ ജനങ്ങളും നിശ്ചലമായ ചിത്രം പോലെയുള്ള ആ കാഴ്ച വളരെയധികം വിസ്മയകരമായിരിക്കും എന്ന് കവി പറയുന്നു. വായുവില്ലെങ്കിലുള്ള ഭയാനകമായ ഒരു അവസ്ഥയെ വളരെയധികം നർമ്മത്തോടു കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ് കവി കുഞ്ചൻ നമ്പ്യാർ. എത്ര വലിയ പ്രശ്നത്തെയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത വായനക്കാർക്ക് നൽകുന്നു. ഇതാണ് കവിതയുടെ ആശയമാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും കവിതയുടെ ഒരു ആശയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് എന്താണ്? ഈണം കണ്ടെത്തി ചൊല്ലാമാണ് അല്ലെ. കവിതയ്ക്ക് യോജിച്ച ഈണം നൽകി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലൂ. ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ. ഈ കവിതാ ഭാഗം തുള്ളൽ രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കും. അപ്പൊ ഇത് കുഞ്ചൻ നമ്പ്യാരുടെ കവിതയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നല്ലൊരു ഈണത്തിൽ ചൊല്ലി നോക്കുക. എന്നിട്ട് തുള്ളൽ രീതിയിലും കൂടെ ചൊല്ലാൻ ശ്രമിക്കുക കേട്ടോ. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ നിമിഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായുസഞ്ചാരം നിലച്ചു. വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലരായി തീർന്നു. ഇതിന്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ. എന്തെല്ലാമാണവ? ഇത് നമുക്ക് വായിക്കുന്ന സമയത്ത് എങ്ങനെയാ? പല വരികളും നമുക്ക് അങ്ങനെ മനസ്സിൽ ചിത്രമായിട്ട് തെളിഞ്ഞു വരും അല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയണത്. ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കും. അപ്പൊ നിശ്ചല ദൃശ്യങ്ങൾ വെച്ച് മനസ്സിലായല്ലോ അല്ലെ. ഇത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അതായത് ഇപ്പൊ എങ്ങനെയാണ്? മദ്ദളം കൊട്ടുന്ന ആള് കഴുത്തിൽ ഇങ്ങനെ മദ്ദളം ഇട്ടിട്ട് അനങ്ങാണ്ട് നിൽക്കുക. അതേപോലെ തന്നെ എന്താ? കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന ആൾ ആ ഉരുളിയും കൈ പിടിച്ചിരിക്കുന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? അനങ്ങാണ്ട് അങ്ങനെ നിൽക്കുന്നതാണ് ആ നിശ്ചല ദൃശ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് പ്രസന്റ് ചെയ്യാനാണ് പറയണത് കേട്ടോ. രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം. ഒരു സംഘം കവിതയിൽ വരികൾ താളമിട്ട് പാടുന്നു. അപ്പോൾ രണ്ടാമത്തെ സംഘം ആ വരികളിൽ പറഞ്ഞ കാര്യം അഭിനയിച്ചു കാണിക്കുന്നു. അഭിനയിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ച് ചൊല്ലിയാൽ മതി. പാഠഭാഗത്തിൽ വർണ്ണിച്ച എല്ലാ ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ
അവർ പാട്ടുകാരാവണം, പാടിയവർ അഭിനയിക്കണം. ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ, ഇപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തൊക്കെ വരും? ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ അങ്ങനെ തന്നെ നിൽക്കും അല്ലെ, ബാറ്റും ബോളും പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. തോട്ടിൽ മീൻ പിടിക്കുന്നവര്, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും, ഇങ്ങനെ പുതിയ കുറെ കാഴ്ചകൾ ഉണ്ടാവില്ലേ? ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക, രണ്ടാം സംഘം അതെന്താണെന്ന് പറയുക. അപ്പൊ ഇതൊരു ഒരു ലൈക്ക് ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക? അതുപോലെ ചെയ്തു നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്തു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം അക്ഷരക്കിലുക്കമാണ്. നെക്സ്റ്റ് ചോദ്യം ഒന്ന് വായിച്ചു, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങും മിണ്ടാതിരുന്നാനുരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടികപ്പാവയെ പോലിരുന്നിരുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അതായത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഇവിടെ എന്താണ്? ഉണ്ടാ എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലെ. സോ ആവർത്തിച്ച് വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ പരിചയപ്പെടാം. ഇതേപോലെ ശബ്ദഭംഗി, അതായത് അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? വായിക്കുമ്പോഴുള്ള ശബ്ദഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ശബ്ദഭംഗിയുള്ള നമ്മുടെ കവി ചങ്ങമ്പുഴയുടെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. അപ്പൊ ഇതുപോലെ എന്താണ്? ശബ്ദഭംഗി, അതായത് അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന വരികളാണ് കണ്ടെത്തി എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആദ്യം തന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് എഴുതാം. അടിവര ഇട്ട എന്നാണ് കേട്ടോ. അടിവര ഇട്ട് പദങ്ങളല്ല, ഇവിടെ ചന്ദ്രക്കല വേണ്ട. അടിവര ഇട്ട പദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ണ്ട ആവർത്തിച്ചിരിക്കുന്നു. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ ന, ഖ, വ എന്നീ അക്ഷരങ്ങളും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദഭംഗി കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നു. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ ആവർത്തിച്ചു വരുന്ന കൂടുതൽ വരികള്: എണ്ണ തേക്കുന്നവർ അപ്പാടിരിക്കുന്നു, കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു, കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു. അപ്പൊ ഇതിലും എന്താണ്? അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലെ. അടുത്ത ചോദ്യമാണ്, നിറച്ചാർത്താണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാ ഭാഗത്തുള്ളത്. നമുക്ക് അവയിൽ പലതിനെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ. ഈ വരികൾ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കൂ. നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വെക്കുകയും വേണം. അപ്പൊ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാവില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കുക. കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് എന്ത് പറയുന്നത്? വായുവില്ലാത്ത ലോകം എന്ന കവിതാ ഭാഗത്തുള്ളത്. അപ്പൊ അതേപോലെ നമുക്ക് അവയിൽ പലതിനും വർണ്ണചിത്രങ്ങളാക്കാമല്ലോ എന്നാ പറയണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം വരയ്ക്കാനാണ് ഇവിടെ പറയണത്. ആ വരച്ച ചിത്രങ്ങൾ, അതായത് നിങ്ങൾ ആ ചിത്രങ്ങളെ ഏത് വരികളാണോ ചിത്രമാക്കി വരച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യുക? വരികൾ കൂടെ എഴുതാനാണ് പറയണത് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് വർണ്ണചിത്രങ്ങളാണ് ഇവിടെ വരയ്ക്കേണ്ട പ്രവർത്തനം എന്ന് പറയണത്. അടുത്ത ചോദ്യം, ചിരി വരുന്ന വഴി. താഴെ കൊടുത്ത കവിതാ ഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ. അപ്പൊ ഈ രണ്ട് വരികളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് ചിരിപ്പിക്കുന്ന വരികൾ ഏതാണോ അതാണ് എഴുതാൻ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കവിതയില്: ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ. രണ്ടാമത്തെ കവിതയിലോ: ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തുതാ തീയിലെരിച്ചു അരക്കല്ലങ്ങു കുളത്തിലെറിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ഏതാണോ ആ വരികൾ എഴുതുക. അതിന്റെ കാരണം കൂടെ എഴുതണേ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഉരലും വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തതാ തീയിലെരിച്ചു എന്നാണ്. എന്താണ് ഈ വരികളുടെ അർത്ഥം എന്ന് വെച്ചാൽ, നളചരിതത്തിലെ വരികളാണിവ. സന്ദേശവും വഹിച്ചു പറന്നു പോകുന്ന അരയണം കണ്ട കാഴ്ചകളിലെ ഒരു കാഴ്ചയാണിത്. ഒരാൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് വർണ്ണിക്കുകയാണ് ഇവിടെ. വലിയ ഉരല് വലിച്ച് അവൻ കിണറ്റിലിട്ടു, ചിരവയെടുത്ത് തീയിലിട്ട് എരിച്ചു കളഞ്ഞു. ഈ വരികളിൽ തെളിയുന്ന ഹാസ്യം ആർക്കും തന്നെ ചിരി ഉണർത്തുന്നവയാണ്. നെക്സ്റ്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനാണ് നമ്മൾ ഈ ചോദ്യം കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം കവിത ആശയം പറയുകയും അത് എഴുതുകയും ചെയ്തത്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരാൾക്ക് നമുക്ക് ആസ്വാദനം എഴുതാൻ കൂടെ കുറച്ചും കൂടി എളുപ്പമാകും. അപ്പൊ ആസ്വാദനം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ആസ്വാദനക്കുറിപ്പാണ് ഇവിടുത്തെ ചോദ്യം. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ, ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്ത് അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആസ്വാദനക്കുറിപ്പ് എഴുതാം. വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽപ്പാട്ടിലൂടെ വായുവില്ലാതായാലുള്ള നമ്മുടെ ലോകം എങ്ങനെ ഉണ്ടാകുമെന്ന് വളരെ രസകരമായി വർണ്ണിക്കുകയാണ് കവി കുഞ്ചൻ നമ്പ്യാർ. ജീവജാലകങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഘടകങ്ങളാണ് ഭക്ഷണവും വെള്ളവും എന്ന് നമുക്കറിയാം.
എന്നാൽ അതേപോലെ വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ് വായുവെന്ന് ഈ പാട്ട് വായിക്കുന്നതിലൂടെ വായനക്കാർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വായു ഇല്ലാതാകുന്നതോടുകൂടി ഈ ലോകം നിശ്ചലമാകും. പെട്ടെന്ന് വായു ഇല്ലാതായാൽ മനുഷ്യരെല്ലാവരും കുത്തിപ്പണി കഴിപ്പിച്ച പാവകൾ പോലെ അനങ്ങാതെയാകുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നുണ്ടാകും. അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെ പോലെ നിൽക്കുന്നുണ്ടാകും. മുണ്ട് ഉടുത്തുകൊണ്ടിരിക്കുന്നയാൾ 2 കൈകൾ കൊണ്ട് മുണ്ടിന്റെ കരം ഞൊറിഞ്ഞതും പിടിച്ച് നിൽക്കുന്നുണ്ടാകും. വടിയെടുത്ത് ഓടിപ്പോയാൽ കുഴിയിൽ വീണ് മരത്തടി പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും പൊങ്ങിക്കിടക്കുന്നവർ പൊങ്ങിയും കിടക്കുന്നുണ്ടായിരിക്കും. എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കും. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയവർ മുഖവും താഴ്ത്തി അങ്ങനെ ഇരിക്കുന്നു. പാട്ട് പാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വായും തുറന്ന് അങ്ങനെ ഇരിക്കുന്നു. മദ്ദളം കൊട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലും ഇട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കുന്നു. കുഴൽക്കാർ കുഴലും വിളിച്ച് കാലും കവച്ചു വെച്ച് നിശ്ചലമായി അങ്ങനെ നിൽക്കുന്നു. എല്ലാ ജനങ്ങളും നിശ്ചലമായ ചിത്രം പോലെയുള്ള ആ കാഴ്ച വളരെയധികം വിസ്മയകരമായിരിക്കും എന്ന് കവി പറയുന്നു. വായുവില്ലെങ്കിലുള്ള ഭയാനകമായ ഒരു അവസ്ഥയെ വളരെയധികം നർമ്മത്തോടുകൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ് കവി കുഞ്ചൻ നമ്പ്യാർ. എത്ര വലിയ പ്രശ്നത്തെയും നർമ്മബോധത്തോടുകൂടി തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത വായനക്കാർക്ക് നൽകുന്നു. താളവും ഈണവുമാണ് നമ്പ്യാർ കവിതകളിൽ എടുത്തു പറയേണ്ട സവിശേഷത. ആർക്കും ചൊല്ലാൻ കഴിയുന്ന ഈണമാണ് തുള്ളൽ കവിതകൾക്ക് ഉള്ളത്. അതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനം. വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ ശബ്ദഭംഗിയും കൊണ്ടുവരാൻ ഇവിടെ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പാട്ടിന്റെ ഓരോ ദൃശ്യവും വായനക്കാർക്ക് മുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കാൻ കുഞ്ചൻ നമ്പ്യാർക്ക് കഴിയുന്നു. കേരളീയമായ പശ്ചാത്തലത്തിലാണ് കവി ഈ സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ്. വായു ഇല്ലാതായാൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നത് ചിരിയോടൊപ്പം ചിന്തിക്കാനുള്ള അവസരവും ഒരുക്കി തരുകയാണ് ഈ കൃതിയിലൂടെ കുഞ്ചൻ നമ്പ്യാർ. ഇതാണ് ആസ്വാദനക്കുറിപ്പ്. അപ്പൊ നമ്മുടെ കവിതയിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടങ്കഥയുടെ ലോകമാണ്. അപ്പൊ വായു ഇല്ലാതായപ്പോൾ എന്ന കവിതയിലെ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ. താഴെ കൊടുത്ത കടങ്കഥയിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ? പറയൂ. അപ്പൊ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി എന്താണെന്ന് നമുക്ക് കവിത വായിച്ചപ്പോൾ മനസ്സിലായി അല്ലേ? അപ്പൊ അതേ ആവർത്തന ഭംഗി ഈ കടങ്കഥയിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഇവിടെ കടങ്കഥയിൽ പറയണത്? കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലെ തിന്നില്ല, ഇലിയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി. ഇത് കടങ്കഥകളാണ് അല്ലെ? അപ്പൊ ഇതേ ആവർത്തന ഭംഗി കടങ്കഥയ്ക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? കുഞ്ചൻ നമ്പ്യാരുടെ കവിതാ ഭാഗത്ത് കടന്നു വരുന്ന അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി കടങ്കഥകളിലും കാണാൻ സാധിക്കും. ആദ്യത്തെ കടങ്കഥയിൽ 2 അക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്. രണ്ടാമത്തെ കടങ്കഥയിൽ ലാത്ത അക്ഷരങ്ങളാണ് ആവർത്തിച്ചു വരുന്നത്. അക്ഷരങ്ങളുടെ ആവർത്തനം കടങ്കഥയ്ക്ക് കൂടുതൽ ശബ്ദഭംഗി നൽകാൻ കാരണമാവുന്നു. കടങ്കഥകളിലും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിലും അക്ഷരങ്ങളുടെ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വായുവില്ലാത്ത ലോകം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.